പ്രധാന വാർത്തകൾ. ഇരട്ട ശമ്പളത്തെ ചൊല്ലി പെരിന്തൽമണ്ണ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ലീഗ് CPM കൌൺസിലർമാർ തമ്മിൽ വാക്തർക്കവും ബഹളവും. തർക്കത്തിനിടയാക്കിയത് രാജിവെച്ച ചെയർപേഴ്സന്റെ യാത്രാ ചിലവിനെ ചൊല്ലി. ഒറ്റപ്പാലം നഗരസഭയിലെ സാക്ഷരതാ പ്രേരകന്മാരെ സസ്പെൻഡ് ചെയ്ത സംഭവം CPM വിമത കൌൺസിലർമാർ ചെയർപേഴ്സനെ തടഞ്ഞുവെച്ചു. ഡോക്ടർമാരെ നിയമിച്ചില്ല. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് DYFI വീണ്ടും മാർച്ച് നടത്തി. ഒരാഴ്ചയ്ക്കുള്ളിൽ ഡോക്ടർമാരെ നിയമിച്ചില്ലെങ്കിൽ മണ്ണാർക്കാട് MLAയെ വഴിയിൽ തടയുമെന്നും DYFI. പെരിന്തൽമണ്ണ നഗരസഭയിൽ മാലിന്യ സംസ്കരണത്തിന് നവീന പദ്ധതികൾ തുടങ്ങും. ലക്ഷ്യം ഉറവിടത്തിൽ തന്നെ സംസ്കരണം. പുതിയ മൾട്ടിപ്ലക്സ് സിനിമാ തിയേറ്ററും ആധുനിക മാർക്കറ്റ് കോംപ്ലക്സും നിർമ്മിക്കാൻ കൌൺസിൽ തീരുമാനം. പ്രമുഖ പത്രപ്രവർത്തകൻ പുത്തൂർ മുഹമ്മദിന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. ഖബറടക്കം പെരിന്തൽമണ്ണയിൽ നടന്നു. നഷ്ടപ്പെട്ടത് മാധ്യമരംഗത്തെ പ്രമുഖനെ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഇരട്ട ശമ്പളത്തെ ചൊല്ലി പെരിന്തൽമണ്ണ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ മുസ്ലിം ലീഗ് CPM കൌൺസിലർമാർ തമ്മിൽ വാക്തർക്കവും ബഹളവും. വ്യാഴാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിൽ ഇരട്ട ശമ്പളം പറ്റിയ മുൻ ചെയർപേഴ്സന്റെ ഔദ്യോഗിക ചിലവുകൾ കൌൺസിൽ യോഗത്തിൽ അംഗീകരിക്കുന്നതിനിടെയാണ് CPM ലീഗ് കൌൺസിലർമാർ തമ്മിൽ തർക്കം ഉണ്ടായത്. തിരുവനന്തപുരത്തേക്കും എറണാകുളത്തേക്കും മുൻ ചെയർപേഴ്സൺ K. സുധാകുമാരി ഔദ്യോഗിക യാത്ര നടത്തിയതിന്റെ ചിലവുകൾ കൌൺസിൽ യോഗത്തിൽ പരിഗണനയ്ക്ക് വെച്ചതോടെയാണ് CPM ലീഗ് കൌൺസിലർമാർ തമ്മിൽ തർക്കമുണ്ടായത്. ഇരട്ട ശമ്പളം പറ്റിയതിനെ തുടർന്ന് രാജിവെച്ച മുൻ ചെയർപേഴ്സന്റെ യാത്രാ ചിലവുകൾ കൌൺസിൽ അംഗീകരിക്കുന്നതിനോട് മുസ്ലിം ലീഗ് അംഗങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് പച്ചീരി ഫാറൂഖ് വിയോജിപ്പ് ഉള്ളതായി അറിയിച്ചു. എന്നാൽ പ്രതിപക്ഷാംഗങ്ങളുടെ വിയോജിപ്പ് പ്രകടനം തർക്കത്തിലേക്ക് നീങ്ങുകയായിരുന്നു. CPM അംഗങ്ങൾ എതിർത്തതോടെയാണ് തർക്കം തുടങ്ങിയത്. ഇരട്ട ശമ്പളം വാങ്ങിയതിനെ തുടർന്ന് ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചതിനെ ന്യായീകരിച്ച CPM കൌൺസിലർമാർ ഇരട്ട ശമ്പളം പറ്റിയ ലീഗിന്റെ ബ്ലോക്ക് പ്രസിഡന്റിനെതിരെ തുറന്നടിക്കുകയും ചെയ്തു. ഇതോടെ കേരളത്തിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇരട്ട ശമ്പളം പറ്റുന്ന അധ്യക്ഷന്മാർ CPMനുണ്ടെന്ന് മുസ്ലിം ലീഗ് കൌൺസിലർമാരും ആരോപിച്ചു. കൂടുതൽ ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ ഇരട്ട ശമ്പളം പറ്റിയ K. സുധാകുമാരിയും പ്രതികരിച്ചു. പിന്നീട് കൌൺസിൽ യോഗം ബഹളമയമായി. ഒടുവിൽ ചെയർപേഴ്സൺ നിസി അനിൽ രാജ് ഇടപെടുകയും തുടർന്നുള്ള അജണ്ടകൾ പരിഗണിക്കുകയും ചെയ്തതോടെ കൌൺസിൽ ഹാൾ ശാന്തമാവുകയായിരുന്നു. ഒറ്റപ്പാലം നഗരസഭയിലെ സാക്ഷരതാ പ്രേരകന്മാരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് CPM വിമത കൌൺസിലർമാർ ചെയർപേഴ്സനെ തടഞ്ഞുവെച്ചു. സമരത്തെ തുടർന്നെത്തിയ പോലീസും ജനപ്രതിനിധികളും തമ്മിൽ വാക്കേറ്റവുമുണ്ടായി. ഒറ്റപ്പാലം നഗരസഭയ്ക്ക് കീഴിൽ വരുന്ന 9 പ്രേരകന്മാരെ സസ്പെൻഡ് ചെയ്ത നഗരസഭ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു ഘരാവോ. രാവിലെ 11 മണിയോടെ പ്രേരകന്മാർ നഗരസഭയ്ക്ക് പുറത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതിനു ശേഷം സമരം CPM വിമത കൌൺസിലർമാർ ഏറ്റെടുക്കുകയായിരുന്നു. സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം. സാക്ഷരതാ പ്രേരകന്മാരുടെ സസ്പെൻഷൻ അംഗീകൃതമല്ലെന്നും ഇത് പിൻവലിക്കണമെന്നും സാക്ഷരതാ മിഷൻ ഡയറക്ടർ ഉത്തരവ് ഇറക്കിയിരുന്നു. എന്നാൽ ഇതിന്റെ കോപ്പി ലഭിച്ചില്ലെന്നായിരുന്നു നഗരസഭയുടെ വിശദീകരണം. എന്നാൽ നഗരസഭാ സെക്രട്ടറി സർക്കാർ ഓർഡർ ലഭിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചതോടെയാണ് കൌൺസിലർമാർ പ്രതിഷേധ മാർഗം സ്വീകരിച്ചത്. ഇക്കാര്യത്തിൽ തീരുമാനം അറിയിക്കണമെന്ന് വിമത കൌൺസിലർമാർ ആവശ്യപ്പെട്ടു. പോലീസ് സ്ഥലത്തെത്തി ചെയർപേഴ്സണുമായി സംസാരിച്ച് ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ടെന്ന് അറിയിച്ചു. എന്നാൽ ചെയർപേഴ്സൺ വിളിക്കണമെന്ന് സമരക്കാർ CAയെ അറിയിച്ചു. ഇതേ തുടർന്നാണ് നേരിയ തോതിൽ വാക്കേറ്റമുണ്ടായത്. അത്
തുടർന്ന് കോൺഗ്രസ് കൗൺസിലർ ജോസ് തോമസും ലീഗ് കൗൺസിലർ PMA ജലീലും പ്രശ്നത്തിൽ ഇടപെട്ടു. ചെയർപേഴ്സണും സെക്രട്ടറിയുമായി ഇരുവരും ചർച്ച നടത്തി. ശേഷം VK മോഹനനുമായും ചർച്ചയുണ്ടായി. ഈ മാസം 16-നകം ഇക്കാര്യത്തിൽ തീരുമാനം അറിയിക്കാമെന്ന ഉറപ്പ് ലഭിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. 9 പ്രേരക്മാരിൽ ഭൂരിഭാഗവും CPM നിയമിതരാണ്. ഇതിൽ രാഷ്ട്രീയമുണ്ടെന്നും ചെയർപേഴ്സൺ സസ്പെൻഷൻ പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. കൗൺസിലർമാരായ VK മോഹനൻ, C കുട്ടിശങ്കരൻ, EK രാധാകൃഷ്ണൻ, M മുരളി, AP ലത എന്നിവരാണ് ചെയർപേഴ്സന് മുമ്പിൽ കുത്തിയിരുന്നത്. നഗരസഭയ്ക്ക് മുമ്പിൽ നടന്ന സമരം കൗൺസിലർ AP ഉമൈബാൻ ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം CI M വിജയകുമാർ, SI M ശശിധരൻ, അഡീഷണൽ SI അയ്യപ്പൻകുട്ടി എന്നിവർ സ്ഥലത്തെത്തി. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരെ നിയമിച്ചില്ല. ഡിവൈഎഫ്ഐ വീണ്ടും ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. ഒരാഴ്ചയ്ക്കുള്ളിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിച്ചില്ലെങ്കിൽ MLA വഴിയിൽ തടയുമെന്ന് ഡിവൈഎഫ്ഐ മുന്നറിയിപ്പും നൽകി. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതിനാൽ താലൂക്ക് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗം അടച്ചിട്ടതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മാർച്ച് നടത്തിയിരുന്നു. പ്രശ്നത്തിൽ DMO ഇടപെടുകയും ഡോക്ടറെ നിയമിച്ചതായി അറിയിക്കുകയും ചെയ്തു. N സംസദീൻ MLAയും ഡോക്ടറെ നിയമിച്ചതായി പ്രസ്താവന ഇറക്കി. എന്നാൽ ഇതുവരെ ഡോക്ടർ ചാർജ് എടുത്തിട്ടില്ല. അത്യാഹിത വിഭാഗത്തിൽ പരിശോധനയും നടക്കുന്നില്ല. MLAയുടെയും ആരോഗ്യവകുപ്പ് അധികൃതരുടെയും നിരുത്തരവാദപരമായ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ വീണ്ടും സമരത്തിനിറങ്ങിയിരിക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിച്ച് അത്യാഹിത വിഭാഗം പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ MLAയെ വഴിതടയുമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി കല്ലടി ഉണ്ണിക്കാമു പറഞ്ഞു. മണ്ണാർക്കാട് മണ്ഡലത്തിലെ ഒരു പൊതുപരിപാടിയിലും MLAക്ക് ഇനി നാവ് പൊങ്ങില്ല എന്ന് ഡിവൈഎഫ്ഐ പറയും. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി, ഈ രാജ്യത്തെ സാധാരണക്കാരന് വേണ്ടി ഡിവൈഎഫ്ഐ നടത്തുന്ന ഉജ്ജ്വലമായ പോരാട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും ഉണ്ടാവണമെന്നതാണ് ഇതിന്റെ ഭാഗമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത. ആശുപത്രിക്ക് മുമ്പിൽ സമരം തുടരുന്നതിനിടെ വിഷയത്തിൽ DMO ഇടപെട്ടു. അത്യാഹിത വിഭാഗം തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിന് താൽക്കാലികമായി ഒരു ഡോക്ടറെ നിയമിച്ചതായി DMO പ്രവർത്തകർക്ക് രേഖാമൂലം ഉറപ്പു നൽകി. തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാൻ പെരിന്തൽമണ്ണ നഗരസഭ സമഗ്ര മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പാക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിലെ വീടുകളിൽ ഗാർഹിക മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നടപ്പാക്കാൻ വ്യാഴാഴ്ച ചേർന്ന കൌൺസിൽ യോഗം തീരുമാനിച്ചു. മാലിന്യ പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിൽ അത് പരിഹരിക്കാൻ സമഗ്ര ഗാർഹിക മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പാക്കാനാണ് പെരിന്തൽമണ്ണ നഗരസഭ ലക്ഷ്യമിടുന്നത്. ഉറവിടങ്ങളിൽ തന്നെ മാലിന്യം സംസ്കരിക്കാൻ വീടുകളിൽ മാലിന്യ സംസ്കരണത്തിന് സംവിധാനം ഏർപ്പെടുത്തുന്നതാണ് പദ്ധതി. പദ്ധതിയിൽ നഗരസഭയിലെ വീടുകളിൽ റിംഗ് കമ്പോസ്റ്റ്, പൈപ്പ് കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ്, ബയോഗ്യാസ് പ്ലാന്റ് എന്നീ സംവിധാനങ്ങളാണ് ഒരുക്കുക. ഇവ നിർമ്മിക്കാൻ സർക്കാരിൽ നിന്നും സബ്സിഡി നൽകും. പദ്ധതി നടപ്പാക്കുന്നതിന് മുമ്പ് നഗരസഭയിൽ വിവരശേഖരണം നടത്തും. കൌൺസിലർമാരുടെ നേതൃത്വത്തിലുള്ള വാർഡ് തല ശുചിത്വ കമ്മിറ്റിയായിരിക്കും പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുക. നഗരസഭയുടെ പഴയ ഡ്രഞ്ചിംഗ് ഗ്രൗണ്ട് സ്ഥലത്ത് മൾട്ടിപ്ലക്സ് സിനിമ തിയേറ്റർ കോംപ്ലക്സും നഗരസഭ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അത്യാധുനിക മാർക്കറ്റ് കോംപ്ലക്സ് സ്ഥാപിക്കുന്നതിനും കൌൺസിൽ യോഗം തീരുമാനിച്ചു. വള്ളുവനാട് മഹോത്സവത്തിലെ ലാഭവിഹിതമായ 80 ലക്ഷം രൂപ വിനിയോഗിച്ച് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും കൌൺസിൽ യോഗം തീരുമാനിച്ചു. ഡയാലിസിസ് സെന്റർ ജനകീയ സമിതി യോഗം ഈ മാസം 24-ന് മന്ത്രി മഞ്ഞളാംകുഴി അലി ഉദ്ഘാടനം ചെയ്യും. നഗരസഭ പഞ്ചായത്ത് ആയിരുന്ന സമയത്തെ തസ്തിക പ്രകാരമാണ് നഗരസഭയിൽ ഇപ്പോൾ ജീവനക്കാരുള്ളത്. LD ക്ലർക്ക് 4, UD ക്ലർക്ക് 4, റവന്യൂ 1, സിപാഹി 1 എന്നിങ്ങനെ 10 തസ്തികകൾ നഗരസഭയിലേക്ക് അനുവദിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാനും കൌൺസിൽ യോഗം തീരുമാനിച്ചു. അനിശ്ചിതത്വത്തിനൊടുവിൽ പട്ടാമ്പി പുലാമന്തോൾ റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ തുടങ്ങി. റോഡ് വീതി കൂട്ടിയാണ് നവീകരിക്കുന്നത്. പട്ടാമ്പി പുലാമന്തോൾ റോഡിന്റെ റബ്ബറൈസിംഗിന് മുന്നോടിയായുള്ള പുനരുദ്ധാരണ പ്രവൃത്തികളാണ് വ്യാഴാഴ്ച ആരംഭിച്ചത്. റോഡ് വീതി കൂട്ടുന്ന പണികളാണ് ആരംഭിച്ചത്. ഇതിനുശേഷമായിരിക്കും റബ്ബറൈസിംഗ് തുടങ്ങുക. 9 കോടിയിൽ പരം രൂപ ചെലവിലാണ് റോഡ് നവീകരിക്കുന്നത്. ഒക്ടോബർ 5-ന് പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് റോഡ് റബ്ബറൈസ് ചെയ്യുന്നതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. എന്നാൽ പണി തുടങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. പ്രധാന ടൗണുകളും റോഡ് പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി നവീകരിക്കുന്നുണ്ട്. കാസർഗോഡ് ആസ്ഥാനമായുള്ള കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. 3 മാസം കൊണ്ട് റബ്ബറൈസ് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് CP മുഹമ്മദ് MLA പറഞ്ഞു. കഴിയുന്നത് വേഗം 3 മാസം കൊണ്ട് പട്ടാമ്പി പുലാമന്തോൾ റോഡിന്റെ റബ്ബറൈസ് പ്രവൃത്തി പൂർത്തിയാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാസർഗോഡുള്ള കുതിരോളി കൺസ്ട്രക്ഷൻസ് ആണ് ഇതിന്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. എനിക്ക് കരാറുകാരോടും ഉദ്യോഗസ്ഥന്മാരോടും പരമാവധി പറയാനുള്ളത്, ഗുണനിലവാരത്തോടുകൂടി ഈ റോഡിന്റെ പിന്നാലെ KSTP വർക്ക് വരുന്നു എന്നുള്ളത് കൊണ്ട് ഗുണനിലവാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. പരമാവധി വേഗതയിൽ ജനങ്ങളെ കൊണ്ട് പറയിക്കുക.
അന്തരിച്ച മുതിർന്ന പത്രപ്രവർത്തകൻ പുത്തൂർ മുഹമ്മദിന്റെ മൃതദേഹം പെരിന്തൽമണ്ണ തേക്കിൻകോട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. ഹൃദയാഘാതത്തെ തുടർന്ന് ബുധനാഴ്ച വൈകുന്നേരം 5 മണിയോടെയായിരുന്നു പുത്തൂർ മുഹമ്മദ് മരണപ്പെട്ടത്. മാധ്യമപ്രവർത്തകരും സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ബുധനാഴ്ച വൈകുന്നേരം 5 മണിയോടെയാണ് പുത്തൂർ മുഹമ്മദ് മരണപ്പെട്ടത്. പെരിന്തൽമണ്ണ ജൂബിലി റോഡിലുള്ള വസതിയിൽ വച്ച മൃതദേഹത്തിൽ മാധ്യമപ്രവർത്തകരും സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെയും പ്രമുഖരും ഉൾപ്പെടെ നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KP മജീദ്, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, P ശ്രീരാമകൃഷ്ണൻ MLA, മുൻ മന്ത്രി നാലകത്ത് സൂപ്പി, മുൻ MLA ശശികുമാർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ V സുലഭ, പ്രൊഫസർ MN കാരശ്ശേരി തുടങ്ങിയ പ്രമുഖർ അന്തിമോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു. മലയാള മനോരമയ്ക്ക് വേണ്ടി മലപ്പുറം സീനിയർ കോഓർഡിനേറ്റിംഗ് എഡിറ്റർ ജേക്കബ് ജോൺ റീത്ത് സമർപ്പിച്ചു. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച മുതിർന്ന പത്രപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി മാധ്യമപ്രവർത്തകരും അന്തിമോപചാരം അർപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 11 മണിവരെ വസതിയിൽ വച്ച മൃതദേഹം 11:30 തേക്കിൻകോട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഖബറടക്കി. വൈകുന്നേരം സർവകക്ഷി അനുശോചന യോഗവും നടന്നു. 4 പതിറ്റാണ്ടുകാലം മലയാള പത്രപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്ന വ്യക്തിയായിരുന്നു അന്തരിച്ച പുത്തൂർ മുഹമ്മദ്. പത്രപ്രവർത്തനത്തിൽ നിന്നും വിരമിച്ചെങ്കിലും മരണം വരെയും അദ്ദേഹത്തിന്റെ സാന്നിധ്യം മാധ്യമരംഗത്തുണ്ടായിരുന്നു. മാധ്യമരംഗം മാത്രമായിരുന്നില്ല പുത്തൂരിന്റെ പ്രവർത്തന മേഖലകൾ. മാധ്യമലോകത്തിനും സമൂഹത്തിനും മാതൃകാപരമായിരുന്നു പുത്തൂർ മുഹമ്മദിന്റെ ജീവിതം. 1953 മുതൽ 65 വരെ സ്കൂൾ അധ്യാപകനായിരുന്നു പുത്തൂർ മുഹമ്മദ്. 1965 ചന്ദ്രികയുടെ തിരുവനന്തപുരം ലേഖകനായി പത്രപ്രവർത്തന രംഗത്തേക്ക് പ്രവേശനം. 1969 മുതൽ 98 വരെ മനോരമ ദിനപത്രത്തിന്റെ വിവിധ യൂണിറ്റുകളിൽ ലേഖകനായി. മനോരമയുടെ കോഴിക്കോട്, കൊച്ചി യൂണിറ്റുകളിലും പാലക്കാട്, ദില്ലി ബ്യൂറോകളിലുമായിരുന്നു പ്രവർത്തനം. മനോരമയിൽ നിന്നും വിരമിച്ച ശേഷം വർത്തമാനം, മലയാളം ന്യൂസ് പത്രങ്ങളിലും സേവനമനുഷ്ഠിച്ചു. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയായും കോഴിക്കോട്, പാലക്കാട്, കൊല്ലം ജില്ലകളുടെ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. മുൻ പെരിന്തൽമണ്ണ പഞ്ചായത്ത് അംഗവും പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ സ്ഥാപക ഡയറക്ടറുമായിരുന്നു പുത്തൂർ മുഹമ്മദ്. അരനൂറ്റാണ്ടുകാലത്തെ തന്റെ പത്രപ്രവർത്തന രംഗത്തെ അനുഭവങ്ങൾ വിവരിക്കുന്ന കാലം പത്രം അനുഭവങ്ങൾ എന്ന പുസ്തകം അദ്ദേഹം രചിച്ചിരുന്നു. ലളിതവും വ്യക്തവുമായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ റിപ്പോർട്ടുകളും. പത്രപ്രവർത്തനത്തിൽ നിന്നും വിരമിച്ച ശേഷം പെരിന്തൽമണ്ണയിലെത്തിയ അദ്ദേഹം അക്ഷയ കേന്ദ്രത്തിൽ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന അധ്യാപകനായി. ഒപ്പം മാധ്യമരംഗത്തും സ്വയം തുടർന്നു. മരണപ്പെടുമ്പോൾ വാർത്താലോകം വെബ് പോർട്ടലിന്റെ എഡിറ്ററായിരുന്നു അദ്ദേഹം. അവസാന കാലം വരെയും വാർത്തകൾക്കു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചായിരുന്നു പുത്തൂർ മുഹമ്മദിന്റെ മടക്കം. പ്രമുഖ പത്രപ്രവർത്തകൻ പുത്തൂർ മുഹമ്മദിന്റെ നിര്യാണത്തിൽ പെരിന്തൽമണ്ണ പ്രസ് ഫോറം അനുശോചിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ അനുശോചന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോളി ജെയിംസ്, യൂസഫ് രാമപുരം, C രാജൻ, H മുഹമ്മദ് ഖാൻ, T പ്രഭാകരൻ ഉണ്ണി, A രാധാകൃഷ്ണൻ, CP ബാബുരാജ്, സത്താർ ആനമങ്ങാട്, അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയും ജില്ലാ സ്പോർട്സ് കൌൺസിലും പുത്തൂർ മുഹമ്മദിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു. പുത്തൂർ മുഹമ്മദിന്റെ നിര്യാണത്തിൽ പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷനും അനുശോചനം രേഖപ്പെടുത്തി. പ്രസിഡന്റ് ചമയം പാപ്പു, സെക്രട്ടറി ഷാലിമാർ ഷൌക്കത്ത്, PTS മൂസു തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. വൈദ്യുതി ബോർഡ് കുത്തഴിഞ്ഞ സംവിധാനമായെന്ന് M ഹംസ MLA. KSEB ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രക്ഷോഭ സന്ദേശ ജാഥയ്ക്ക് കുളപ്പുള്ളിയിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഇലക്ട്രിസിറ്റി ബോർഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇന്ന് എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള ഇലക്ട്രിസിറ്റി ബോർഡായിരുന്നു. 2003 ഇന്ത്യ ഗവൺമെന്റ് നടപ്പാക്കിയ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ഇലക്ട്രിസിറ്റി ആക്ടിനെ തുടർന്ന് എല്ലായിടത്തും ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ആ ആക്ടിന് വിധേയമായിട്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായി പഠിച്ച് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു ബോർഡാണ് കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ്. ആ ഇലക്ട്രിസിറ്റി ബോർഡാണ് ഇന്ന് ഏറ്റവും കുത്തഴിഞ്ഞ ഒരു ഇലക്ട്രിസിറ്റി ബോർഡായി മാറിക്കഴിഞ്ഞത്. ഗുണമേന്മയുള്ള വൈദ്യുതി തടസ്സമില്ലാതെ LDF സർക്കാർ നൽകിയിരുന്നു. അത് UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഇല്ലാതായി. ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ പോലും സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പാക്കിയത് LDFന്റെ ഭരണകാലത്താണെന്നും അദ്ദേഹം പറഞ്ഞു. വൈദ്യുതി മേഖലയിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കുക, വൈദ്യുതി വിതരണം കാര്യക്ഷമമാക്കുക,
ദൗർലഭ്യം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന ഉത്തരമേഖലാ ജാഥയ്ക്കാണ് കുളപ്പുള്ളിയിൽ സ്വീകരണം നൽകിയത്. KSEB പാലക്കാട് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ M. കുമാരൻ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ J. മധുലാൽ, സ്വാഗത സംഘം ചെയർമാൻ M. സുരേന്ദ്രൻ, മുഹമ്മദ് സിയാദ് എന്നിവർ സംസാരിച്ചു. നവംബർ 5 മുതൽ 9 വരെ നടക്കുന്ന ജാഥയുടെ ജില്ലയിലെ ആദ്യ സ്വീകരണമാണ് കുളപ്പുള്ളിയിൽ നൽകിയത്. പങ്കാളിത്ത പെൻഷൻ നിലവിൽ വരുന്നതോടെ ജനങ്ങൾക്ക് സർക്കാർ ജോലിയോടുള്ള താൽപര്യം നഷ്ടപ്പെടുമെന്ന് മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി. പെൻഷൻ എന്ന ഒറ്റ കാരണം കൊണ്ടാണ് എല്ലാവരും സർക്കാർ ജോലിക്ക് വേണ്ടി തിരക്ക് കൂട്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട NGO മണ്ണാർക്കാട് താലൂക്ക് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 55 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ 56 ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവരെ പിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ പെൻഷൻ ലഭിക്കുമെന്ന ഏറ്റവും ആകർഷകരമായ ആ ഒരു പ്രവർത്തനം കൊണ്ടാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർ മുഖ്യമായും ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത്. പുതിയ കാലഘട്ടത്തിൽ ഒരുപക്ഷെ സർക്കാർ ജീവനക്കാരായിരിക്കുന്ന പല ആളുകളും ഇന്ന് കാണുന്നത് പോലെ മറ്റു പല പ്രവർത്തനം നടത്തിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാവുന്ന മാർഗം അറിയുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ കേവലം ഈ പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾക്ക് എന്തെങ്കിലും തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ ഉള്ള ഒരു പെൻഷൻ ലഭിക്കുമെന്ന പ്രത്യാശയാണ് ഇക്കാലം അത്രയും ഗവൺമെന്റ് സർവീസിൽ അവർ ജോലി ചെയ്യാൻ നിർബന്ധിതമായിട്ടുള്ളത്. പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള ഭീമ ഹർജി മുഖ്യമന്ത്രിക്ക് നൽകുന്നതിനായി സർക്കാർ ജീവനക്കാരിൽ നിന്നും ഒപ്പുശേഖരണവും നടത്തി. നവംബർ 22-ന് സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഭീമ ഹർജി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. FSCTO താലൂക്ക് പ്രസിഡന്റ് PK വിജയൻ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് ബഷീർ, ഹസൻ മുഹമ്മദ്, CE ശ്രീനിവാസൻ, അജയ് ഘോഷ് എന്നിവർ സംസാരിച്ചു. എളമ്പുലാശ്ശേരി കരുണാകര AUP സ്കൂളിൽ 4 ദിവസങ്ങളായി നടന്നുവന്ന ചെറുപ്പശ്ശേരി ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ പുലാപ്പറ്റ MNKM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കിരീടം. ഹൈസ്കൂൾ വിഭാഗത്തിൽ കടമ്പഴിപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളും UP വിഭാഗത്തിൽ SVAUP സ്കൂൾ കുലിക്കിലിയാടും LP വിഭാഗത്തിൽ പെരുമാങ്ങോട് ALP സ്കൂളും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 203 പോയിന്റ് കരസ്ഥമാക്കിയാണ് പുലാപ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനമെത്തിയത്. 193 പോയിന്റ് നേടി ചെർപ്പുളശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി. ഹൈസ്കൂൾ വിഭാഗത്തിൽ 230 പോയിന്റ് നേടിയാണ് കടമ്പഴിപ്പുറം ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനം നേടിയത്. 156 പോയിന്റ് നേടി ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും 144 പോയിന്റ് നേടി പുലാപ്പറ്റ MNKM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. UP വിഭാഗത്തിൽ 86 പോയിന്റ് നേടി SVAUP സ്കൂൾ കുലിക്കിലിയാട് ഒന്നാം സ്ഥാനവും പുലാപ്പറ്റ സെൻട്രൽ UP സ്കൂൾ 81 പോയിന്റ് നേടി രണ്ടാം സ്ഥാനവും 65 പോയിന്റ് നേടി കരുണാകര UP സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. LP വിഭാഗത്തിൽ 85 പോയിന്റ് നേടി പെരുമാങ്ങോട് ALP സ്കൂൾ ഒന്നാം സ്ഥാനവും 70 പോയിന്റ് നേടി മണ്ണമ്പറ്റ ALP സ്കൂൾ രണ്ടാം സ്ഥാനവും 55 പോയിന്റ് നേടി എളമ്പുലാശ്ശേരി ഗവൺമെന്റ് LP സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി. LP വിഭാഗത്തിൽ ഗണിതശാസ്ത്രത്തിൽ 21 പോയിന്റ് നേടി പെരുമാങ്ങോട് ALP സ്കൂൾ ഒന്നാം സ്ഥാനവും പ്രവൃത്തി പരിചയമേളയിൽ 2305 മാർക്ക് നേടി ഗവൺമെന്റ് LP സ്കൂൾ എളമ്പുലാശ്ശേരി ഒന്നാം സ്ഥാനവും സാമൂഹ്യശാസ്ത്രമേളയിൽ ഈശ്വരമംഗലം ശ്രീരാമജയം LP സ്കൂൾ ഒന്നാം സ്ഥാനവും ശാസ്ത്രമേളയിൽ 20 പോയിന്റ് നേടി പെരുമാങ്ങോട് ALP സ്കൂൾ ഒന്നാം സ്ഥാനവും നേടി. UP വിഭാഗത്തിൽ 31 പോയിന്റ് നേടി പുലാപ്പറ്റ സെൻട്രൽ UP സ്കൂളും 2153 മാർക്ക് നേടി കടമ്പഴിപ്പുറം ഗവൺമെന്റ് UP സ്കൂളും കടമ്പഴിപ്പുറം AKN MMAM ഹയർ സെക്കൻഡറി സ്കൂൾ 25 പോയിന്റ് 29 പോയിന്റ് നേടി യഥാക്രമം ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ഹൈസ്കൂൾ വിഭാഗത്തിൽ 96 പോയിന്റ് കരസ്ഥമാക്കി MNKM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുലാപ്പറ്റയും 4492 മാർക്ക് നേടി ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും 37 പോയിന്റ് നേടി കാട്ടുകുളം AKN MMAM ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും 38 പോയിന്റ് നേടി കടമ്പഴിപ്പുറം ഹയർ സെക്കൻഡറി സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 90 പോയിന്റ് നേടി പുലാപ്പറ്റ MNKM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനവും 3897 മാർക്ക് നേടി ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനവും 38 പോയിന്റ് നേടി MNKM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുലാപ്പറ്റ ഒന്നാം സ്ഥാനവും 26 പോയിന്റ് നേടി കാട്ടുകുളം AKN MMAM ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കി. എളമ്പുലാശ്ശേരി കരുണാകര AUP സ്കൂൾ നടന്നു വന്ന ചെറുപ്പശ്ശേരി ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ പുഞ്ചപ്പാടം AUP സ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയ അഗ്രോ ഫഡ് മോഡേൺ റൈസ് മിൽ ശ്രദ്ധേയമായി. സംസ്ഥാനതല പ്രവൃത്തി പരിചയമേളയിൽ 5 വർഷം തുടർച്ചയായി പങ്കെടുക്കുന്ന ഈ സ്കൂളിന്റെ മികവ് ഈ ഉപജില്ലാ മേളയിലും പ്രകടമായി.
നെൽകൃഷിക്കാരന് ഉയർന്ന വില ലഭിക്കുന്നതിനും സാധാരണക്കാർക്ക് പ്രയോജനപ്പെടും വിധം അരിവില കുറയ്ക്കാനുമുതകുന്ന രീതിയിലാണ് ഈ കൊച്ചു മിടുക്കന്മാരും മിടുക്കികളും അവരുടെ പുതിയ കണ്ടുപിടുത്തത്തിന് രൂപം നൽകിയിരിക്കുന്നത്. പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ഈ പ്രദർശനത്തിന് 1000 രൂപയിൽ കുറവേ ചിലവ് വരുന്നുള്ളൂ. ജൈവമാലിന്യം കൊണ്ടുള്ള വൈദ്യുതി വ്യാവസായിക അടിസ്ഥാനത്തിൽ വിനിയോഗിക്കുമെന്നും ഇതിലൂടെയുണ്ടാകുന്ന ബയോഗ്യാസ് സമീപത്തുള്ള വീടുകളിലേക്ക് വിതരണം ചെയ്യുമെന്നും മാതൃകാ പ്രദർശനത്തിലൂടെ ഇവർ അവകാശപ്പെടുന്നു. 12 വിദ്യാർത്ഥികൾ ചേർന്ന് ഒരാഴ്ച കൊണ്ട് നിർമ്മിച്ച പ്രദർശനത്തിന് സ്കൂൾ സയൻസ് ക്ലബ്ബാണ് നേതൃത്വം നൽകിയത്. സ്കൂൾ വിദ്യാർത്ഥികളായ അനിലയും അനുജയും ചേർന്നാണ് പദ്ധതി കാണികൾക്ക് വിശദീകരിച്ചു കൊടുത്തത്. എന്നാൽ പഴയ രീതിയാണെങ്കിൽ അതില് നെല്ല് കൊണ്ടുകൊണ്ടുവന്ന അതിനെ വലിയ ചെമ്പും വലിയ അടുപ്പൊക്കെ ഉണ്ടാക്കി അതിനെ വേവിച്ച് പിന്നീട് അതിനെ ഉണക്കാൻ മഞ്ഞത്തും വെള്ളത്തും ഉണക്കാൻ ചെയ്തിട്ടാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പുത്തൻ പ്രതീക്ഷകളുടെ ചിറക് വിടർത്തി ചെറുപ്പശ്ശേരി ഉപജില്ലാ ശാസ്ത്രോത്സവം സമാപിച്ചു. 4 ദിവസങ്ങളായി നടന്നു വന്ന ശാസ്ത്രോത്സവത്തിന് തിങ്കളാഴ്ചയാണ് തുടക്കം കുറിച്ചത്. എളമ്പലാശ്ശേരി കരുണാകര AUP സ്കൂളിലാണ് ശാസ്ത്രോത്സവം നടന്നു വന്നത്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഭാവിയുടെ വാഗ്ദാനങ്ങളായി വിദ്യാർത്ഥികൾ മാറിയപ്പോൾ അവരുടെ കരവിരുത് കണ്ട് ആസ്വദിക്കാനെത്തിയ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള കാണികളുടെ മനം നിറഞ്ഞു. ഉപജില്ലയിലെ 55 LP സ്കൂൾ, 23 UP സ്കൂൾ, 11 ഹൈസ്കൂൾ, 9 ഹയർ സെക്കൻഡറി, 1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി 3000-ലധികം പേരാണ് 4 ദിവസം നീണ്ടു നിൽക്കുന്ന ശാസ്ത്രോത്സവത്തിൽ മത്സരിച്ചത്. ശാസ്ത്രമേളയിൽ 20ഉം, ഗണിതശാസ്ത്രമേളയിൽ 36ഉം, സാമൂഹ്യ ശാസ്ത്രമേളയിൽ 22ഉം, പ്രവൃത്തി പരിചയമേളയിൽ 30ഉം ഇനങ്ങളിലാണ് പ്രദർശനമുണ്ടായത്. വ്യാവസായിക കാർഷിക രംഗത്തെ ചെറിയ കണ്ടുപിടുത്തങ്ങൾക്ക് പുറമെ പഴവർഗ സംസ്കരണ രംഗത്തെയും ഭക്ഷ്യവിഭവ രംഗത്തെയും നൂതന കണ്ടെത്തലുകളുടെ പ്രദർശനം മേളയിൽ ഏറെ ശ്രദ്ധേയമായിരുന്നു. പ്രവൃത്തി പരിചയമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 15 വിദ്യാർത്ഥികൾക്ക് എളമ്പലാശ്ശേരിയിലെ വ്യാപാരി CV നാരായണൻ ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡിന്റെ വിതരണം ഹംസ MLA നിർവഹിച്ചു. ചടങ്ങിൽ PM നാരായണൻ അധ്യക്ഷത വഹിച്ചു. S ആശ, P അരവിന്ദാക്ഷൻ, മിനി രാധാകൃഷ്ണൻ, CV നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വിജയത്തിനപ്പുറം സ്വന്തം കണ്ടെത്തലുകളെ പ്രദർശനത്തിലൂടെ സമൂഹത്തിനു മുൻപിൽ കുട്ടികൾ കാഴ്ചവെച്ചപ്പോൾ നേടിയ ആഹ്ലാദമായിരുന്നു പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ലഭിച്ച ഏറ്റവും വലിയ പ്രചോദനം. മണ്ണാർക്കാട് ഉപജില്ലാ കായികമേളയിൽ കുമരമ്പത്തൂർ കല്ലടി ഹൈസ്കൂൾ എതിരാളികളില്ലാത്ത വിധം മുന്നേറ്റം തുടരുന്നു. LP വിഭാഗം അവസാനിപ്പിച്ചപ്പോൾ എടത്തനാട്ടുകര AM-UP സ്കൂൾ ചാമ്പ്യന്മാരായി. 61 പോയിന്റോടെയാണ് എടത്തനാട്ടുകര AM-UP സ്കൂൾ LP വിഭാഗത്തിൽ ചാമ്പ്യന്മാരായത്. 25 പോയിന്റ് നേടിയ കച്ചിരിപ്പറമ്പ് AM-LP സ്കൂളിനാണ് 2ാം സ്ഥാനം. 20 പോയിന്റോടെ തച്ചമ്പാറ സെന്റ് ഡൊമിനിക് ALP സ്കൂൾ 3ാം സ്ഥാനവും നേടി. ആദ്യ ദിവസം മേള നിർത്തുമ്പോൾ UP വിഭാഗത്തിൽ 23 പോയിന്റോടെ കല്ലടി ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് മുന്നേറിയിരുന്നത്. 18 പോയിന്റോടെ സിൻഡേക്കി AH സ്കൂൾ 2ാം സ്ഥാനത്തും 17 പോയിന്റോടെ അഗളി GHS 3ാം സ്ഥാനത്തും മുന്നേറിയിരുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിൽ എതിരാളികളില്ലാതെ കല്ലടി ഹൈസ്കൂൾ 297 പോയിന്റ് നേടി മുന്നേറ്റം തുടരുകയാണ്. 2ാം സ്ഥാനത്തുള്ള സ്കൂളിനേക്കാൾ 238 പോയിന്റിന്റെ വ്യത്യാസമാണ് കല്ലടിക്കുള്ളത്. 59 പോയിന്റുമായി അഗളി ഗവൺമെന്റ് ഹൈസ്കൂൾ 2ാം സ്ഥാനത്തുണ്ട്. മേള വെള്ളിയാഴ്ച സമാപിക്കും. മണ്ണാർക്കാട് ഉപജില്ലാ കായികമേളയിൽ LP വിഭാഗത്തിൽ എടത്തനാട്ടുകര AM-UP സ്കൂൾ ചാമ്പ്യന്മാരായി. ഹൈസ്കൂൾ വിഭാഗത്തിൽ കുമരമ്പത്തൂർ കല്ലടി സ്കൂളാണ് മുന്നിൽ. കായികമേള വെള്ളിയാഴ്ച സമാപിക്കും. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ കലാമേള മണ്ണാർക്കാട് തുടങ്ങി ശ്രീ മൂകാംബിക വിദ്യാനികേതനിൽ 3 ദിവസമായാണ് മേള നടക്കുന്നത്. കോടതിപ്പടിയിൽ നിന്നും സ്കൂളിലേക്ക് നടന്ന ശോഭയാത്രയോടെയാണ് വിദ്യാനികേതൻ പാലക്കാട് ജില്ലാ കലാമേളയ്ക്ക് തുടക്കമായത്. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായാണ് മേള നടക്കുന്നത്. കലാമേള മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സുനിൽ ദാസ് ബദർദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. മാനുഷിക മൂല്യങ്ങൾ കുറഞ്ഞുവരുന്ന ഈ കാലഘട്ടത്തിൽ വിദ്യാനികേതൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്ന് സുനിൽ ദാസ് പറഞ്ഞു. മൂല്യങ്ങൾ വളരെ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണ്. എന്താണ് മാനുഷിക മൂല്യം? എന്താ മാനുഷിക മൂല്യം? സത്യം, ധർമ്മം, ശാന്തി, പ്രേമം, അഹിംസ. ഒന്ന് പറയൂ. പ്രേമം, അഹിംസ. നമ്മുടെ ജീവിതത്തിലും വിദ്യാഭ്യാസത്തിലും എല്ലാറ്റും മാനുഷിക മൂല്യങ്ങൾ വേണം. ഇന്നത്തെ കാലഘട്ടത്തിൽ മാനുഷിക മൂല്യങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. അവിടെയാണ് ഭാരതീയ വിദ്യാനികേതന്റെ പ്രവർത്തനങ്ങൾ, കടമകൾ പ്രശംസനീയമാണ്. ചെയർമാൻ A. സുകുമാരൻ അധ്യക്ഷത വഹിച്ചു.
കൺവീനർ എ രാമകൃഷ്ണൻ, സജിത രാജീവ്, ആർ രജീവ്കുമാർ, അപ്പുകുട്ടി, പി എസ് ഹരി തുടങ്ങിയവരും സംസാരിച്ചു. ജില്ലയിലെ 51 വിദ്യാലയങ്ങളിൽ നിന്നായി 1000-ഓളം കലാപ്രതിഭകൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒറ്റപ്പാലം ഉപജില്ലാ കായികമേള NSS-KPT ഹൈസ്കൂളിൽ ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പി പാറുകുട്ടി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒറ്റപ്പാലം ഉപജില്ലയിലെ 55 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. PTA പ്രസിഡന്റ് ഇ പ്രഭാകരൻ പതാക ഉയർത്തിയതോടെയാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന കായികമേളയ്ക്ക് തുടക്കമായത്. ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ S. സെൽവൻ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C. ശ്രീകുമാരൻ, അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് D. മുരളീധരൻ, സ്കൂൾ പ്രിൻസിപ്പൽ S. ശീതള, AEO C. രാജലക്ഷ്മി, PV ഹംസ, B. ഷെല്ലി എന്നിവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ചെറുപ്പുളശ്ശേരി പട്ടാമ്പി റോഡിലെ ചൂരക്കോട് കുന്നിലും പരിസരത്തും അറവ് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. കുട്ടികൾ അടക്കമുള്ള പ്രദേശവാസികളിൽ ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായും പരാതിയുണ്ട്. പോലീസിൽ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ചൂരക്കോട് കുന്നിലും പരിസരങ്ങളിലുമാണ് അറവ് മാലിന്യം തള്ളുന്നത്. മീനിന്റെയും കോഴിയുടെയും അവശിഷ്ടങ്ങളും മറ്റ് മാംസാവശിഷ്ടങ്ങളുമാണ് ചാക്കിൽ കെട്ടിയും അല്ലാതെയും റോഡരികിൽ കൊണ്ടുവന്നിടുന്നത്. രാത്രി 10 മണിക്ക് ശേഷമാണ് അവശിഷ്ടം തള്ളുന്നതെന്ന നിഗമനത്തിലാണ് നാട്ടുകാർ. റോഡിന് ഇരുവശവും വലിയ കാടുകൾ വളർന്നു നിൽക്കുന്നത് അറവ് മാലിന്യം തള്ളുന്നവർക്ക് ഏറെ അനുഗ്രഹവുമാണ്. അറവ് മാലിന്യങ്ങൾ കാക്കയും മറ്റും കൊത്തിയെടുത്ത് കിണറ്റിലും വീടിനു മുകളിലും കൊണ്ടുവന്നിടുന്നതും ഇവിടെ സ്ഥിരമാണ്. അറവ് മാലിന്യം വീണ കിണറുകളിലെ വെള്ളം കുടിക്കുന്ന കുട്ടികളിലും മറ്റും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ കുന്നിന്റെ മുകളില് മീനിന്റെ വേസ്റ്റും കോഴിയുടെ വേസ്റ്റും മറ്റ് മാംസങ്ങളുടെ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്നിട്ടിട്ട് ഇതിന്റെ പരിസരവാസികളായ ഞങ്ങൾക്ക് താമസിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അത് കാക്കകളും മറ്റു പക്ഷി മൃഗാദികളൊക്കെ ഇത് വേസ്റ്റ് കടിച്ചു കൊണ്ടുപോയി വീടിന്റെ മുകളിലും കിണറിന്റെ വലയുടെ മുകളിലൊക്കെ കൊണ്ടുപോയി വിടുകയാണിത്, കൊണ്ടുപോയി തള്ളുകയാണ്. മഴ പെയ്യുമ്പോൾ അതിൽ നിന്ന് കച്ചറ പിന്നെ ഇതിലേക്കൊക്കെ ആയിട്ട് ഞങ്ങൾക്കത് വെള്ളം മലിനമാകുകയാണ്. അതുകൊണ്ട് അവരുടെ അസുഖങ്ങളും കുട്ടികൾക്കും പൈതങ്ങൾക്കും സ്ത്രീകൾക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതിന് പരിഹാരം. പോലീസിൽ പരാതിപ്പെട്ടിട്ടും കാര്യമൊന്നുമില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മാസങ്ങൾക്ക് മുമ്പ് അറവ് മാലിന്യങ്ങൾ തള്ളിയവരെ നാട്ടുകാർ തന്നെ കയ്യോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചെങ്കിലും നിസാര പിഴ ഈടാക്കി ഇവരെ വിട്ടയക്കുകയായിരുന്നുവത്രേ. പിന്നീടും ഈ വിഷയം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അനുകൂല സമീപനമുണ്ടായില്ലെന്നും ഇവർക്ക് പരാതിയുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. 2 പ്രാവശ്യം ഞങ്ങൾ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചും പരാതി കൊടുത്തും പോലീസ് കൊണ്ട് ഏൽപ്പിച്ചാണ്. പോലീസുകാർ ആദ്യത്തെ പ്രാവശ്യം വന്ന് മരിച്ച് എന്തോ ഫൈൻ അടപ്പിച്ചു. പിന്നെ പോലീസുകാർ ഞങ്ങളെ ഇങ്ങോട്ട് നിങ്ങൾ കണ്ടോ കുടിച്ചു വെച്ചിട്ട്. റോഡിനിരുവശമുള്ള കാടുവെട്ടാൻ അധികൃതർ നടപടിയെടുക്കണമെന്നും മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ പോലീസ് രാത്രികാലങ്ങളിൽ പെട്രോളിംഗ് ശക്തമാക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. അഖിലേന്ത്യാ എഴുത്തച്ഛൻ സമുദായ സംഘടനാ സംസ്ഥാനതല വാർഷിക പൊതുയോഗവും സ്കോളർഷിപ്പ് വിതരണവും ശനിയാഴ്ച നടക്കും. വാണിയംകുളം BEM LP സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങ് മന്ത്രി VS ശിവകുമാർ ഉദ്ഘാടനം ചെയ്യും. തുഞ്ചത്താചാര്യന്റെ പേരിൽ മലയാളം സർവകലാശാല അനുവദിച്ചതിൽ മുഖ്യമന്ത്രിയെ അഭിനന്ദിച്ച സമുദായ നേതാക്കൾ ഉദ്ഘാടന വേദിയിലേക്ക് ക്ഷണിക്കാത്തതിൽ ഖേദമറിയിച്ചു. രാഷ്ട്രീയ പാർട്ടികളുടെ അംഗീകാരം എഴുത്തച്ഛൻ സമുദായത്തിന് ലഭിച്ചിട്ടില്ലെന്നും സംസ്ഥാന പ്രസിഡന്റ് ഒറ്റപ്പാലത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ശനിയാഴ്ച നടക്കുന്ന ചടങ്ങിൽ SSLC, +2, ഡിഗ്രി പരീക്ഷകളിൽ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തും. ചടങ്ങിൽ മുതിർന്ന പൗരന്മാരെ ആദരിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് KV തമ്പി, സെക്രട്ടറി P. അച്ചുമണി എന്നിവർ അറിയിച്ചു. കൂടുതൽ വയസ്സായ ആളുകളെ ആദരിക്കുന്ന ചടങ്ങ് കൂടി ഈ അവസരത്തിൽ നടത്തണം. അപ്പോൾ ആദരിക്കുന്ന ചടങ്ങും പിന്നെ ഈ ഉദ്ഘാടനവും മന്ത്രിയാണ് നടത്തുന്നത്. DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ, ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ P. പാറുക്കുട്ടി, വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഭാസ്കരൻ എന്നിവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായുള്ള ഹെൽത്ത് കാർഡ് വിതരണം ശനിയാഴ്ച നടക്കും. പുലാപ്പറ്റ MNKM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 10:30 ആരോഗ്യ വകുപ്പ് മന്ത്രി VS ശിവകുമാർ കാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. നിയോജക മണ്ഡലത്തിലെ 108 വിദ്യാലയങ്ങളിലെ 32,000 വിദ്യാർത്ഥികൾക്കാണ് കാർഡ് വിതരണം ചെയ്തത്. എല്ലാ കുട്ടികളിലും ആരോഗ്യ പരിശോധന നടത്തിയതിനു ശേഷമാണ് കാർഡ് വിതരണം. ഗുരുതരമായ അസുഖമുള്ള വിദ്യാർത്ഥികളെ വിദഗ്ധ ചികിത്സയ്ക്ക് നിർദ്ദേശിക്കും. സാധന എന്ന പേരിൽ ആരംഭിച്ച സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പോഷകാഹാരം, ശുചിത്വം എന്നിവ ഉറപ്പുവരുത്തുക, SSLC, +2 പരീക്ഷകളിൽ 100% വിജയം ഉറപ്പാക്കുക തുടങ്ങിയവയ്ക്ക് ആവശ്യമായ പ്രവൃത്തികളും നടത്തും. ഹംസ MLA അധ്യക്ഷനാകുമെന്നും MP രാജേഷ് MP മുഖ്യാതിഥിയായിരിക്കുമെന്നും സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അവരുടെ ബോധനിലവാരം വളർത്തുക എന്ന ചുമതലയാണ് ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇതിന്റെ ഭാഗമായി കുട്ടികളെ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ മുഴുവൻ 42,000-ലധികം വരുന്ന കുട്ടികൾക്ക് അവരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ പ്രവർത്തനം നമ്മുടെ മണ്ഡലത്തിൽ നടപ്പാക്കുന്നതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ മാസം 10-ാം തീയതി, അതായത് മറ്റന്നാൾ രാവിലെ 10:30 മണിക്ക് പുലാപ്പറ്റ MNKMGSSൽ നടക്കുക. ഡയറ്റ് പ്രിൻസിപ്പൽ സി ബാബു, കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രവീന്ദ്രനാഥ്, പുലാപ്പറ്റ ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രിൻസിപ്പൽ എം കൃഷ്ണൻകുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പട്ടാമ്പിയിൽ സംസ്കാര എന്ന പേരിൽ പുതിയ സാംസ്കാരിക സംഘടന നിലവിൽ വന്നു. പി രാജീവ് MP സാംസ്കാരിക സംഘടനയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവെ ഗൗരവമേറിയ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനുള്ള താല്പര്യം ഇല്ലാത്തവരായി മാറുന്നു എന്നൊരു പൊതുവിമർശനം നിലനിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. എങ്കിലും അങ്ങനെയുള്ള ഒരു വിഭാഗം, ഏറ്റവും സജീവമായ ജൈവമായ ഒരു സമൂഹത്തിന്റെ ഏറ്റവും ജീവത്തായ ഒരു വിഭാഗത്തെ രാഷ്ട്രീയവൽക്കരിക്കുക എന്ന പ്രക്രിയയെ കൂടി പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് ആ കടലാസിലൂടെ കണ്ണോടി. പട്ടാമ്പിയുടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെ പുതുതലമുറയ്ക്കും പുറം ലോകത്തിനും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്കാര എന്ന പേരിൽ പുതിയ സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് എൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. MP കൃഷ്ണനുണ്ണി ആദ്യ അംഗത്വം ഏറ്റുവാങ്ങി. CP ചിത്രഭാനു, NP വിനയകുമാർ, സംവിധായകൻ MA വേണു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരട്ട ശമ്പളത്തെ ചൊല്ലി പെരിന്തൽമണ്ണ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ലീഗ് CPM കൌൺസിലർമാർ തമ്മിൽ വാക്തർക്കവും ബഹളവും. തർക്കത്തിനിടയാക്കിയത് രാജിവെച്ച ചെയർപേഴ്സന്റെ യാത്രാ ചിലവിനെ ചൊല്ലി. ഒറ്റപ്പാലം നഗരസഭയിലെ സാക്ഷരതാ പ്രേരക്മാരെ സസ്പെൻഡ് ചെയ്ത സംഭവം CPM വിമത കൌൺസിലർമാർ ചെയർപേഴ്സനെ തടഞ്ഞുവെച്ചു. ഡോക്ടർമാരെ നിയമിച്ചില്ല. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് DYFI വീണ്ടും മാർച്ച് നടത്തി. ഒരാഴ്ചയ്ക്കുള്ളിൽ ഡോക്ടർമാരെ നിയമിച്ചില്ലെങ്കിൽ മണ്ണാർക്കാട് MLAയെ വഴിയിൽ തടയുമെന്നും DYFI. പെരിന്തൽമണ്ണ നഗരസഭയിൽ മാലിന്യ സംസ്കരണത്തിന് നവീന പദ്ധതികൾ തുടങ്ങും. ലക്ഷ്യം ഉറവിടത്തിൽ തന്നെ സംസ്കരണം. പുതിയ മൾട്ടിപ്ലക്സ് സിനിമാ തിയേറ്ററും ആധുനിക മാർക്കറ്റ് കോംപ്ലക്സും നിർമ്മിക്കാൻ കൌൺസിൽ തീരുമാനം. പ്രമുഖ പത്രപ്രവർത്തകൻ പുത്തൂർ മുഹമ്മദിന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. ഖബറടക്കം പെരിന്തൽമണ്ണയിൽ നടന്നു. നഷ്ടപ്പെട്ടത് മാധ്യമരംഗത്തെ പ്രമുഖനെ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.